ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കനാസി. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബാംബു ലാബ്സിൻ്റെ A1 മിനി എന്ന് പറഞ്ഞ FDM 3D പ്രിൻ്ററാണ്. ഇത് അവരുടെ എൻട്രി ലെവൽ 3D പ്രിൻ്ററാണ്. ഇതെനിക്കൊരു 16,000 ഈ പ്രിൻ്ററിന്. ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ്, ക്രിസ്മസ് സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് ഈ പ്രിൻ്ററിന്. ആരെങ്കിലും 3D പ്രിൻറ്റിങ്ങിലേക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബൈ ദിസ് ഇസ് എ റിയലി ഗുഡ് പ്രിൻ്റർ. ഈ ബാംബു ലാബ്സ് എന്ന് പറഞ്ഞ DJI എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡ്രോണൊക്കെ ഉണ്ടാക്കുന്ന റിയലി ബിഗ് ബ്രാൻഡ്. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ റിയലി ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ അവരുടെ ആ കമ്പനിയുടെ ഫൗണ്ടർ ഫോം ചെയ്ത കമ്പനിയാണ് ബാംബു ലാബ്. സോ ഇവരാണ് വൺ ഓഫ് ദ ഗുഡ് റിയലി ഗുഡ് കമ്പനീസ് ഇൻ 3D പ്രിൻറ്റിങ്, FDM പ്രിൻറ്റിങ്. ഓക്കെ, അപ്പം ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്കായി. 1 വീക്ക് അടുത്ത് ഷിപ്പ് ചെയ്ത് ഇവിടെ വരാനായിട്ട്. സോ നമ്മളിത് അൺബോക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യണം. ഐ ഹാവ് നോ ഐഡിയ എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് 100% നോ. ഇതിനകത്ത് ടൂൾസൊക്കെ ഉണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള. അപ്പം ലെറ്റ്സ് അൺബോക്സ് ഇറ്റ് ആൻഡ് സീ വാട്ട്സ് ഇൻസൈഡ്. ഇത് ഭയങ്കര സൈസ് ഉള്ളതുകൊണ്ട് നമുക്കിത് ശരിക്കും കാണാൻ പറ്റത്തില്ല. ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ഈ ബോക്സിൽ നിന്നുള്ളിൽ നിന്ന് പ്രിൻ്റർ എടുക്കാം. ഓക്കെ, ചെക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. യെസ്, സോ ഗൈസ്, ഈ FDM പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസ് ഡെപ്പോസിഷൻ മോഡലിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ പ്ലാസ്റ്റിക് PLA പോലുള്ള മെറ്റീരിയൽസ് ഇത് നമുക്കൊരു റോള് പോലെ കിട്ടുന്നത്. ഈ മെഷീൻ ഫീഡ് ചെയ്ത് നോസിൽ വഴി, ആ നോസിലൊരു ഹോട്ട് എലമെൻറ്റാണ്, ചൂടാകുന്നൊരു എലമെൻറ്റാണ്. അത് ചൂടാക്കി അത് ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് 3D പ്രിൻറ്റിങ്, FDM 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ടെക്നോളജി. നമുക്കത് ട്രൈ ഔട്ട് ചെയ്യാം. ഇതിനകത്ത് തന്നെ കുറേ പ്രീ ലോഡഡ് മോഡൽസ് ഈ ഡിവൈസിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഇത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനും പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നൊരു ടെർമിനോളജി പറയും. അപ്പം ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്തൊരു കുറേ 3D മോഡൽസ് ഉണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. വേറെ പ്രിൻറ്റിങ് വേറെ മോഡൽസൊന്നും നമ്മൾ കമ്പ്യൂട്ടർ വഴി ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊരു ആപ്പുണ്ട്. ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സ്ക്രൂ ഇൻ ചെയ്താൽ വന്നിരിക്കുന്നത് ഓൾറെഡി. വളരെ ചെറിയ പ്രിൻ്ററാണ്. സോ ഇറ്റ് ഡസൻ ടേക്ക് മച്ച് സൈസ്. ഇതിൻ്റെ കൂടെ ഒരു AMS യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം കൂടെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലബ്ബിൽ നിന്ന് മേടിക്കാം. നമുക്ക് മൾട്ടി കളർ പ്രിൻറ്റിങ് ഒക്കെ ചെയ്യണമെങ്കിലാണ് ആ AMSൻ്റെ ആവശ്യം വരുന്നത്. ഞാനിത് ട്രൈ ഔട്ട് ചെയ്യാൻ വാങ്ങിയുകൊണ്ട് AMS സിസ്റ്റം ഒന്നും നോക്കിയ പോലും ഇല്ല. AMS സിസ്റ്റവും ഇതും കൂടെ ഈ A1 മിനിയും കൂടെ വരുമ്പോൾ അബൌട്ട് 27,000 റുപ്പീസ് അടുത്ത് വരുന്നുണ്ട്. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ഫോർ മീ ടു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച്. ബിക്കോസ് പഠിക്കാനായിട്ടാണ്, ഇതെന്താണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ മോഡൽ വാങ്ങിയത്. ഓക്കെ, കുറേ പാക്കേജിങ് ഫോം മെറ്റീരിയൽസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫിലമെൻ്റ്, എക്സ്ട്രൂഡിങ് ടിപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു സിസ്റ്റമായത്. ഓക്കെ, ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രിൻ്റ് ബെഡ് വരുന്നത്. 7x7x7 ആണ് ഇതിൻ്റെ ക്യൂബ് സൈസിലാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. സോ അബൌട്ട് 180
ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രിൻ്റ് ബെഡ് സൈസ്. ഓക്കെ, മാഗ്നറ്റിക് ആണിത്. ഓക്കെ, ഓൾറൈറ്റ്. ഇത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു സാമ്പിൾ ഫിലമെൻ്റ് ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫിലമെൻറ്റ് ഫീഡിങ് ട്യൂബ്. അങ്ങനെ കുറേ കമ്പോണൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതാണ് അതിൻ്റെ ഫിലമെൻ്റ് റീൽ ഹാങ് ചെയ്യുന്നത്. ഇതിവിടെ അറ്റാച്ച് ചെയ്യണം. പിന്നെയും കുറേ ടൂൾസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ ടൂൾസ് വെച്ചിട്ട് നമുക്കിത് അസംബിൾ ചെയ്യാവുന്നതാണ്. വേറെ ടൂൾസൊന്നും നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. എവറിത്തിങ് ഇസ് ഇൻസൈഡ് ദ ബോക്സ്. മാനുവലുണ്ട്, കുറേ സ്റ്റിക്കേഴ്സും ഉണ്ട്. വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ബാംബു ലാബ്സ് A1 മിനി. വളരെ ചെറിയ ഫോം ഫാക്ടറാണ്. എൻ്റെ ഡെസ്കിൽ തന്നെ എൻ്റെ മോണിറ്ററേക്കാളും ചെറുതാണിത്. റിയലി ക്യൂട്ട് ആൻഡ് സ്മോൾ. നമ്മുടെ RC ലൈക്ക് കമ്പോണൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ ദിസ് ഈസ് മോർ ദാൻ എനഫ്. അൺലെസ് വി ആർ ബിൽഡിങ് ലൈക്ക് എ റിയലി ലാർജ് മോഡൽ. ഇത് മതിയായിരിക്കും നമുക്ക്. ഓക്കെ, നമുക്ക് കുറേ ഫൺ പ്രോജക്ട്സ് വരുന്നുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഫോളോ. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ പാക്കേജിങ് മെറ്റീരിയൽസ് നമുക്ക് എടുത്ത് മാറ്റാനുണ്ട്. ഇവിടെ ഒരു വയർട്ടൈ വരുന്നുണ്ട്. സോ ലെറ്റ്സ് കട്ട് ദാറ്റ് ഔട്ട്. ഇത് വെച്ച് കട്ട് ചെയ്യാൻ പാടാം. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതിൻ്റെ ആക്സിസിൽ ഈ ബെഡ് മൂവ് ചെയ്യുന്നതിന് ഇങ്ങനത്തെ പ്രിൻറ്റേഴ്സിന് ബെഡ് സ്ലിങ്ങേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിങ് ചെയ്യുന്ന പോലെ ഉള്ള ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ FDM പ്രിൻറ്റേഴ്സിന് ബെഡ് സ്ലിങ്ങേഴ്സ് എന്ന് പറയുന്നത്. വേറെ പല ടൈപ്പ് പ്രിൻറ്റേഴ്സ് ഉണ്ട്, പല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ, ടു ബി ഓണസ്റ്റ്. എല്ലാമൊന്നും എനിക്കറിയില്ല. ഐ ജസ്റ്റ് നോ അബൌട്ട് ദിസ് വൺ, FDM ബെഡ് സ്ലിങ്ങർ പ്രിൻറ്റേഴ്സ്. ഓക്കെ, ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എനിക്ക് വിട്ടുപോയ ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിബ്രേഷൻ. അപ്പം പ്രിൻ്റർ കാലിബ്രേറ്റ് ചെയ്യാനും കുറേ ഫ്രീ മോഡൽസ് ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാലിബ്രേഷൻ ആയിട്ടാണ് ചില സമയത്ത് ടേംസൊക്കെ നമുക്ക് മറന്നു പോകാറില്ലേ. അപ്പം ഞാനും മറന്നുപോയി. നമുക്കിനി ടൂൾസ് എന്തൊക്കെയുണ്ടോ നോക്കാം ഇതിനകത്ത്. ഓക്കെ ഗൈസ്, സോ ഇതിനകത്ത് ആലൻ കീ, പിന്നെ വാട്ട് ഈസ് ദിസ്, എന്തോ ഒരു സ്പ്രിങ് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടോ, എന്നാന്ന് അറിയില്ല. പിന്നെ ഇത് വൺസ് ഇൻ എ വൈൽ നമ്മുടെ ഈ ബെഡും ഈ കാണുന്ന റെയിൽസ് എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൂബ്രിക്കേറ്റ് ചെയ്താലേ ഇത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മുടെ റൂമിലൊക്കെ ഡസ്റ്റ് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ആ റെയിലിൽ അത് ഇരിക്കും. പിന്നെ അത് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത് മോഷൻ കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ ആ പ്രിൻ്റ് ഫെയിലാവും. അപ്പം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ദാറ്റ് എവരി വൺസ് ഇൻ എ വൈൽ നമ്മളിത് ക്ലീൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അധികം ഡസ്റ്റി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൊന്നും വെക്കാതിരിക്കുക. ഈവൻ മോയ്സ്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എലമെൻസിൽ അത് പിടിക്കാനും ലൈക്ക് ആ ഫിലമെൻ്റ് ഉണ്ട്, 3D പ്രിൻ്റ് ചെയ്യുന്ന ഫിലമെൻ്റ്. ഇതുപോലത്തെ 2 ലൈക്ക് റോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. 1.1 kg ബ്ലാക്ക് ആൻഡ് വൈറ്റ് PLA പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ റോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങിയത് ലൈക്ക് ഷോപ്പിൽ നിന്ന് തന്നെ അത് വാങ്ങി. ഐ വിൽ put the description, like link in description ഇട്ടേക്കാം. Sorry, I'll put the link in the description. So if you guys are interested, definitely check it out.
നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഐ തിങ്ക് ഇറ്റ് ബി ഫൺ. ഓക്കെ, അപ്പം ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ പുറകിൽ ഈ സംഭവം എടുത്ത് മാറ്റണം. പലരും ഇതിൻ്റെ ലൈക്ക് ഞാൻ വീഡിയോകളിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പാട്ടാണെന്നോർത്ത് ആരും ഇത് റിമൂവ് ചെയ്യാതിരിക്കും. പക്ഷേ ഇത് റിമൂവ് ചെയ്യണം, കാരണം ഇത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു ബ്രേസസാണ് ഈ ഹെഡ് മൂവ് ചെയ്യാതിരിക്കാനായിട്ട്. സോ ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം. ചെറിയ ജലദോഷമുണ്ട് കേട്ടോ. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ബീൻ ഡസ്റ്റി റീസെൻ്റ്ലി. ഭയങ്കര പൊടിയും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 2 സ്ക്രൂ, പിന്നെ ഇവിടെയും 2 സ്ക്രൂ ഉണ്ട്. ഇങ്ങനെ 4 സ്ക്രൂവിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഓക്വേർഡ് ആംഗിളിലായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. ഓൾമോസ്റ്റ് ഔട്ട്. ഗൈസ്, ഇതാണ് പാക്കേജിങ് ട്രാൻസ്പോർട്ട് സേഫ്റ്റി സെക്യൂറിങ് ബ്രേസ്. അത് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഐ തിങ്ക് സംവെയർ ഹിയർ. ചുമ്മാ സ്ലിപ്പിൻ ചെയ്യാൻ തോന്നുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. വേറെ കമ്പോണൻസ് ഒന്നും നമുക്ക് ഇവിടുത്തെ വന്നിട്ടുമില്ല. ഇങ്ങനെന്തോ ഇവിടെ എന്തോ ആണ് ഇതിരിക്കുന്നത്. ഐ ആം നോട്ട് 100% ഷുവർ. ഓക്കെ, ഐ തിങ്ക് ദർ ഇസ് ആൻ അറ്റാച്ച്മെൻറ്റ് ക്ലിപ്പ്. ഓക്കെ, ഈ ക്ലിപ്പിലായത് വെക്കുന്നത്. യെസ്. അപ്പം നമ്മൾ നേരത്തെ ആ ബ്രേസിൽ നിന്ന് ഊരിയെടുത്ത 2 സ്ക്രൂ ഇല്ലേ, ആ സ്ക്രൂ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഈ റീൽ ഹോൾഡർ, ഫിലമെൻറ്റ് ഹോൾഡർ ഉണ്ടല്ലോ, അത് പിടിപ്പിക്കുന്നത്. സോ ഓക്കെ, അത് അറ്റാച്ച് ചെയ്തു. ഞാനിപ്പം ഇതിൻ്റെ കൂടെ വന്ന ഈ ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി 2 ബോക്സ് ഫിലമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. സോ അത് എലഗോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് ബാംബു ലാബ്സിൻ്റെ പ്രിൻ്റർ ആണെങ്കിലും ഇതിൻ്റെ ഫിലമെൻറ്റ്സിന് പെർ kg വരുന്ന അറൗണ്ട് 3000-4000 റുപ്പീസ്. അപ്പം ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്പെൻഡ് ദാറ്റ് മച്ച്. അപ്പം എലഗോ എന്ന് പറഞ്ഞ വേറൊരു 3D പ്രിൻ്റർ മോഡൽ ലൈക്ക് ബ്രാൻഡാണ്. അവരുടെ ഫിലമെൻറ്റ് ഇച്ചിരി ചീപ്പറാണ്, അറൗണ്ട് 2000 or 1200 സംതിങ് വരുന്നുള്ളൂ. പക്ഷെ അത് സിമിലർ ക്വാളിറ്റിയാണ്. ഈ ബ്രാൻഡിൻ്റെ തന്നെ ഫിലമെൻറ്റ് ഒരു സിമിലർ ക്വാളിറ്റി ആയതുകൊണ്ട് ഞാൻ അതാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് RC എയറോപ്ലെയിൻസ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് PLA എന്ന് പറഞ്ഞ് ലൈറ്റ് വെയ്റ്റ് പ്ലാസ്റ്റിക് ഉണ്ട്. ആ ഫിലമെൻറ്റ് ഈ ബാംബു ലാബ്സ് മാത്രം, പിന്നെ വേറെ ചില കമ്പനികൾ മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എല്ലാം പ്രൈസ് ഏകദേശം സിമിലറാണ്, 3000 സംതിങ്. അതുകൊണ്ട് അത് മാത്രം അത് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ ഇറ്റ്സ് വേ. കാരണം നമ്മൾ കുറച്ച് 3D RC പ്ലെയിൻസ് പ്രിൻ്റ് ചെയ്യാനും അസംബിൾ ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ലേറ്റർ. അപ്പോൾ അത് വാങ്ങിയിരിക്കുന്നത് ഞാൻ ബാംബു ലാബ്സിൻ്റെ തന്നെ ഫിലമെൻറ്റ്. പക്ഷേ ഇത് രണ്ടും എലഗോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിന് സ്ലൈസറുണ്ട്. സ്ലൈസർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. നമ്മുടെ 3D മോഡൽസൊക്കെ ഈ പ്രിൻ്ററിന് മനസ്സിലാകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് പ്രിൻ്റ് റെഡി ആക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്ലൈസർ എന്ന് പറഞ്ഞാൽ. ഓരോ ബ്രാൻഡിനും ഓരോ സ്ലൈസറുണ്ട്. ചില ബ്രാൻഡിന് ഓപ്പൺ സോഴ്സ് സ്ലൈസേഴ്സൊക്കെയാണുള്ളത്. ഇതിൻ്റെ പ്രിൻ്റ് ഹെഡ് ക്ലീനിങ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ചുമ്മാ ക്ലിപ്പിൻ ചെയ്യുവാന്ന് തോന്നും, നോട്ട് 100% ഷുവർ. അല്ല, ഐ തിങ്ക് വി ഹാവ് ടു സ്ക്രൂ ദാറ്റ് ഇൻ. എൻ്റെ സംഭവം എങ്ങനെയാണെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ബട്ട് ഇത് സ്ലൈഡ് ഇൻ ചെയ്യുക. ഓക്കെ,
ഇതാ ക്ലീനിങ് മെക്കാനിസം. ഓക്കെ, ഓൾറെഡി ഉള്ള സ്ക്രൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഗ്ലാഡ് ഇതിൻ്റെ എഡ്ജിലായതുകൊണ്ട് ഐ ക്യാൻ ലീൻ ഡൗൺ. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഇത് സ്ക്രൂ ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ക്രൂ അല്ല ഗൈസ്, ഇതിലും ചെറിയ സ്ക്രൂ. സോ ദാറ്റ് സ്ക്രൂ ഈസ് ഇറ്റ് ഇൻ ഹിയർ? യെസ്, ഐ ഗെസ് ഇതാണെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു ലാർജ് സ്ക്രൂ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അസ്യൂമിങ് ഇതായിരിക്കും ആ സ്ക്രൂ. ഹായ് ഗൈസ്, അപ്പം ഇതാണ് സ്ക്രൂ. ഇത് ഈ കിറ്റിനകത്തൊന്ന് തപ്പിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു. സോ വി ബാക്ക്. അപ്പോൾ അത് ആ ഹെഡ് ക്ലീനിങ് അസംബ്ലി അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അത് ഇച്ചിരി നീളമുള്ള സ്ക്രൂ. ബാക്കിയുള്ള സ്ക്രൂ ഒക്കെ ലൈക്ക് ദേ ആർ ഷോർട്ട്. ദിസ് ഇസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ലോങ്. ഓക്കെ, അധികം ടൈറ്റായിട്ട് വെക്കണ്ട, ജസ്റ്റ് യു ഫീൽ ഇറ്റ്സ് ടൈറ്റ്. ഓക്കെ, ആസ്ക്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കേജിങ് സാധനം കൂടെ നമ്മൾ മിസ് ചെയ്തു. അങ്ങനെ ഇതുപോലത്തെ കുറേ ഫോം ഉണ്ട് ഇതിന് ചുറ്റിനും. സോ മേക്ക് ഷുവർ നിങ്ങൾ ഏത് പ്രിൻ്റർ എടുത്താലും അത് ഒട്ടും അനങ്ങാതിരിക്കാൻ, ട്രാൻസ്പോർട്ടേഷനിൽ ഒട്ടും അനങ്ങാതിരിക്കാൻ കുറേ പാക്കേജിങ് ഫോംസ് ഇതിൻ്റെ ത്രൂ ഔട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. സോ മേക്ക് ഷുവർ യു റിമൂവ് ഓൾ ദാറ്റ്. പിന്നെ 2-3 അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു ടു സെറ്റ് അപ്പ്. അല്ലെങ്കിൽ ഇത് ലൈക്ക് നമ്മളിതൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർസ് എ ഹയർ ചാൻസ് ഇത് ഡാമേജ് ആവും. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഡസൻ ഹാപ്പൻ. ഓക്കെ, ഇതാണ്. അപ്പം അതിൻ്റെ റീൽ ഹോൾഡർ ഒരു ക്ലാമ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് സ്ലൈഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ. സോ ഇതാണ് അതിൻ്റെ ഫിലമെൻറ്റ് റോൾ ഹോൾഡർ. ദാറ്റ്സ് ഡൺ. ഇനി ഞാൻ പോയി അത് പ്ലഗ് ഇൻ ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് അൺബോക്സ് ദ ഫിലമെൻറ്റ് ടു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ 3D പ്രിൻ്റർ ഫിലമെൻറ്റ്. എലഗോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണിത്. ഹോപ്പ് യു ഗൈസ് ക്യാൻ സി എലഗോ. ഈ ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ഫിലമെൻറ്റ് അബൌട്ട് 1 kg ആണെന്ന് തോന്നുന്നു. ഓക്കെ, എക്സാക്ട്ലി 1 kg. PLA എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഈ പ്രിൻ്റർ ക്യാൻ പ്രിൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ചെറിയ അപ്ഗ്രേഡൊക്കെ ഉണ്ടെങ്കിൽ ABS പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ TPU, PLA, അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റാർട്ടിൽ ഒരു ബ്ലാക്കും ഒരു വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് AMS ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൾട്ടി കളർ പ്രിൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു ലൈക്ക് ഇപ്പം ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ പ്രിൻറ്റ് സം കമ്പോണൻസ് ഇൻ വൈറ്റ് ആൻഡ് സം ഇൻ ബ്ലാക്ക്. എന്നിട്ട് നമ്മൾ അത് അസംബിൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ഒരു സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ പീസ് മൾട്ടി കളർ പ്രിൻ്റൊക്കെ പോലെ ഇരിക്കും. ഇഫ് യു വാണ്ട് ടു ലൈക്ക് സേവ് സം മണി. എനിവേ, ഇഫ് ഐ എം ഇൻട്രസ്റ്റഡ് മേ ബി ലേറ്റർ ഡൗൺ ദ ലൈൻ നമുക്ക് AMS സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. ബട്ട് എപ്പോഴും AMS വാങ്ങുന്നുണ്ടെങ്കിൽ ബൈ ഇറ്റ് ആസ് എ ബണ്ടിൽ. അപ്പം ഇറ്റ്സ് ലൈക്ക് 5,000 to 10,000 rupees ചീപ്പറാണ് ഇഫ് യു ബൈ എസ് എ കോംബോ റാദർ ദാൻ സെപ്പറേറ്റ് ബൈനേക്കാൾ. ഓക്കെ, ഇതൊക്കെ എയർ സീൽഡാണ്, ടോട്ടലി സീൽഡ് ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ അബ്സോർബ് മോയ്സ്ചർ. നമ്മുടെ വീട്ടിൽ ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഹ്യൂമിഡിറ്റി അബ്സോർവ് ചെയ്ത ഫിലമെൻറ്റ് ഇറ്റ് വിൽ ബി റിയലി ബാഡ്. നമ്മൾ പ്രിൻ്റൊക്കെ ഡാമേജ് ആവും. കാരണം ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ, ഹ്യൂമിഡിറ്റി, വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡാമേജ് ദ ടോട്ടൽ പ്രിൻറ്റ്. സോ മേക്ക് ഷുവർ ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത് നല്ല ഇതുപോലുള്ള ഡെസിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിലിക്ക ജെല്ലില്ലേ, ആ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ മാത്രമെങ്കിൽ വാട്ടർ ലൈക്ക് ഹ്യൂമിഡിറ്റി, വാട്ടർ ഇത് അബ്സോർവ് ചെയ്യാതിരിക്കത്തുള്ളൂ. മോയ്സ്ചറൊക്കെ എയറിലുള്ളത് അബ്സോർവ് ചെയ്യാതിരിക്കത്തുള്ളൂ. സോ മേക്ക് ഷുവർ യു സ്റ്റോർ ഇൻ ലൈക്ക് ആൻ ഗുഡ് ഡ്രൈ കണ്ടീഷൻ ഓർ ഡ്രൈ ക്യാബിനറ്റ് ഓർ ഡ്രൈ ബോക്സ്. ഓക്കെ, അപ്പം നമുക്ക് ബ്ലാക്ക് എടുക്കണോ വൈറ്റ് എടുക്കണോ?
നമുക്ക് ബ്ലാക്ക് എടുക്കാം, കാരണം നമ്മൾ മാജോറിറ്റി ഓഫ് പ്രിൻറ്റ്സ് വിൽ ബി ഇൻ ബ്ലാക്ക്. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഓപ്പൺ ചെയ്യാം. അൺലെസ് ലേറ്റർ നമ്മൾ വൈറ്റ് കളർ പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ, ഓർ നമുക്കിതിപ്പോൾ യൂസ് ചെയ്ത് നോക്കാം. ലൈക്ക് ഇത് ആദ്യമേ ഞാൻ യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു, ബട്ട് നമുക്കിതിൻ്റെ ട്രയൽ കാലിബ്രേഷൻ പ്രിൻ്റ് ഉണ്ടല്ലോ, അതിന് ബെഞ്ചി എന്ന് പറയും, ഒരു 3D ബോട്ടാണ്. യൂഷ്വലി എല്ലാവരും മോസ്റ്റ് പീപ്പിൾ ഫസ്റ്റ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ബെഞ്ചി എന്ന് പറഞ്ഞ സംഭവം, അതൊരു 3D ബോട്ടാണ്. അതാണ് കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഓൺ ചെയ്താലേ നമുക്ക് ഈ ഫിലമെൻ്റ് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്തോട്ട്. ബട്ട് ബിഫോർ ദാറ്റ് അത് പ്ലഗ് ഇൻ ചെയ്ത് ഞാൻ ക്യാമറ ഒന്നുകൂടെ ലൈക്ക് റീഫ്രെയിം ചെയ്യാം. ബെറ്ററായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. ഓക്കെ, ഓക്കെ, ഇതാണ് ഫിലമെൻറ്റ്. സോ ഐ എം യൂസിങ് ദിസ് ഫിലമെൻറ്റ് നൗ. ഇതൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. കുക്കിംഗ് ഷോയ്ക്കൊക്കെ അത് പറയുന്ന പോലെ ഇനി ഇതെടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. സോ battery, take this away. Okay guys, ഇപ്പം ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. Now it's on. Okay guys, in this setup process ആയത് you click start, language English, region Asia Pacific. ഞാൻ എൻ്റെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യുവാണ്. സോ ഓക്കെ, എൻ്റെ വൈഫൈയിൽ ഞാൻ കണക്ട് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, ഇപ്പം എൻ്റെ വൈഫൈയിൽ കണക്റ്റായി. ഐ ക്യാൻ ഡൗൺലോഡ് ദി ബാംബു ലാബ്സ് ആപ്പ്. അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത് ഞാനത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ എൻ്റെ വൈഫൈയിലോട്ടൊക്കെ കണക്ട് ചെയ്തു. അപ്പോൾ ഇവരൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ആപ്പ് യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണ്. എഗ്രി, യെസ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മറ്റേ ബ്രാക്കറ്റ് ഇല്ല നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി, അത് ലൈക്ക് മേക്ക് ഷുവർ വി മാറ്റിയെന്ന് നോക്കിയിട്ട് മാത്രമേ അത് ലൈക്ക് പ്രോഗ്രസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി കാലിബ്രേഷനാണ് നെക്സ്റ്റ്. കാലിബ്രേഷന് മുന്നേ നമ്മൾ ഇത് ഫീഡ് ചെയ്യണമെന്ന് അറിയില്ല. സോ ഐ എം ഗോയിങ് ടു ഫീഡ്.
ഈ ഫിലമെൻ്റ് ലോഡ് ചെയ്യാൻ ഗൈസ് അത്യാവശ്യം നല്ല പാടാന്ന് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫിലമെൻ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിലമെൻ്റ് ഈ നോസിലിനകത്ത് കറക്റ്റ് വരണം. ഓക്കെ, ഞാൻ കുറച്ച് കയറ്റി വിട്ടുണ്ട്. അതിപ്പം കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫിലമെൻ്റ് ലൈൻസ് ആക്ച്വലി ടാങ്കിൾഡ് അപ്പോൾ അത് പിന്നെ ഇനിയും മാറ്റേണ്ട ആവശ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞ് മാറ്റാം. സോ ഇതിൻ്റെ കാലിബ്രേഷൻ പ്രോസസ്സ് ഒരു 7 minutes ലോങ് ആണ്. ഐ എം നോട്ട് ഗോയിൻ ടു ടേക്ക് ഇറ്റ് ത്രൂ ഓൾ ദാറ്റ്. അതുകൊണ്ട് ഇത് കാലിബ്രേഷൻ കഴിയട്ടെ. ഐ വിൽ സ്റ്റാർട്ട് ഷോയിങ് ദ വീഡിയോ ഓഫ് ദ ഫസ്റ്റ് പ്രിൻറ്റ്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇപ്പോൾ കാലിബ്രേഷൻ കഴിഞ്ഞു. കാലിബ്രേഷൻ ഒരു 15 minutes എടുത്തു. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ ഇത് നോയിസ് ക്യാൻസൽ ചെയ്യുന്നൊരു സിസ്റ്റം ഇതിനകത്തുണ്ട്. സോ ഇത് മേക്ക് ചെയ്യുന്ന നോയിസിൻ്റെ ഹെഡ് മൂവ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ആക്റ്റീവ്ലി കോമ്പൻസേറ്റ് ചെയ്യും. സോ ദേ ക്യാൻസൽസ് ഔട്ട് ദ നോയിസ് ഇൻസൈഡ്. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ആ ഒരു ഫീച്ചറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് ലെവലിംഗ്. അപ്പോൾ ഈ ബെഡ് ലെവലിംഗ് ഫീച്ചർ അവർ ലൈക്ക് മാപ്പ് ഔട്ട് ചെയ്യും. നോസിൽ ഹെഡ് ഈ പ്രിൻറ്റ് ബെഡ് കറക്റ്റ് ലെവലാണോ എന്നറിയാൻ, അല്ലെങ്കിൽ ഇത് എന്ത് ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ, ആ ലെവൽ അനുസരിച്ചാണ് അത് കാലിബ്രേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലോ നമ്മൾ ഓരോ ലൈക്ക് മാനുഫാക്ചറിങ്ങിലൊക്കെ ചെറിയ ലൈക്ക് ലെവലിംഗ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നത്. പിന്നുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ കോമ്പൻസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നോസിൽ ഹെഡ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ബേസ് ചെയ്ത് പിന്നെ നമ്മുടെ വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം എല്ലാം ഇതിന് ആ വൈബ്രേഷൻ്റെ ഇതിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഹെഡ് മൂവ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി ഇതിനകത്ത് അൽഗോരിതത്തിനകത്തുണ്ട്. അതുകൊണ്ടാണിത് പെർഫെക്റ്റ് പ്രിൻ്റ് എവറി ടൈം നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി പ്രിൻ്റ് കിട്ടുന്ന ഈ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളൊരു ബഡ്ജറ്റ് പ്രിൻ്റർ കമ്പയർ ചെയ്യുവാണെങ്കിൽ ദിസ് A1 സീരീസ് അല്ല A1 mini ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് എൻട്രി ലെവൽ പ്രിൻ്റർ ഔട്ട് ദെയർ. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു ട്രൈ, ഡെഫിനറ്റ്ലി ബൈ ദിസ്. ഐ വുഡ് റെക്കമെൻഡ് ദിസ്. ഓക്കെ, ഇപ്പം കാലിബ്രേഷൻ കഴിഞ്ഞു. നമുക്ക് ഫസ്റ്റ് പ്രിൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രിൻ്റ് ലൈക്ക് ഐ സെഡ് ബെഞ്ചി ആയിരിക്കും ഫസ്റ്റ് പ്രിൻ്റ്. ഇതിനകത്ത് ഓൾറെഡി ബെഞ്ചിയുടെ മോഡൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് അത് ട്രൈ ചെയ്യാം. ഫേംവെയർ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. സോ ഐ തിങ്ക് വി ഹാവ് ടു അപ്ഡേറ്റ് ദ ഫേംവെയർ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനാണ്. സോ ഇറ്റ്സ് ഗോൺ ബി അനദർ 10-15 minutes. സോ ഇത് ഫുൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 30 minutes ബിഫോർ വി സ്റ്റാർട്ട് പ്രിൻറ്റിങ്. അപ്പം ഇത് വൺ ആൻഡ് ഡൺ. ആദ്യമേ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടി വരത്തില്ലെന്ന് വിചാരിക്കുന്നു, അൺലെസ് വി മൂവ് ഇറ്റ് ഓർ സംതിങ്. അപ്പം ഇതെൻ്റെ ഈ ടേബിളിൽ തന്നെ വെക്കാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്കിത് അപ്ഡേറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ പ്രിൻറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ആക്ച്വലി പ്രിറ്റി ഫാസ്റ്റ് ആട്ടോ ഇത് പോകുന്നത്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി മച്ച് സ്ലോവർ. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് സെറ്റിങ്സിൽ റൺ ചെയ്യുന്നത്. നമ്മൾ ഒപ്റ്റിമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ബാംബു ലാബ് എന്ന് പറഞ്ഞ ലൈക്ക് ബാംബു സ്റ്റുഡിയോ
ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി ഉള്ള മോഡലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഈ ടേബിൾ ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യുക. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ക്വയറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇത്രയും വൈബ്രേഷൻ ഒന്നും കാണില്ല. ബട്ട് ഇറ്റ്സ് ലിറ്ററലി ഷേക്കിങ് എവറിത്തിങ്. ഈ ടേബിൾ വെച്ചിട്ടുള്ള എല്ലാം ഭയങ്കരമായിട്ട് കിടന്ന് ഇളകുന്നുണ്ട്. എൻ്റെ പ്ലാൻ വേറൊരു റൂമിൽ, കാരണം ഇത് പ്ലാസ്റ്റിക് ആണല്ലോ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് മോൾഡ് ചെയ്യുന്നത്, ലൈക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പം ആ ഫ്യൂംസ് ഒന്നും നമുക്ക് ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പന്ന ആയതുകൊണ്ട് വേറൊരു റൂമിൽ കൊണ്ട് വെക്കാനാണ് പ്ലാൻ. പക്ഷേ ഈ ടേബിൾ ഇത്രയും കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് അതർ റൂമിലുള്ള ടേബിൾ ഇത്രയും സ്റ്റേഡി അല്ല, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഐ തിങ്ക് വേറൊരു ടേബിൾ വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു മിക്കവാറും. സോ ഗൈസ്, ഇത് റിയലി ഫാസ്റ്റായിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് റെക്കോർഡ്. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പം പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് പ്രിൻറ്റ്. ബെഞ്ചി ഒരു സ്മോൾ ക്യൂട്ട് ബോട്ടാണ്. അപ്പം പ്രിൻറ്റിങ് കഴിഞ്ഞ് നിൽക്കുവാണ്. ബെഡ് വിൽ ബി ഹോട്ട്, നോസിൽ വുഡ് ബി ഹോട്ട്. അപ്പോൾ പ്രിൻറ്റിങ് കഴിയുമ്പോൾ ആ ഒരു ടോൺ പ്ലേ ചെയ്യും. റിമെമ്പർ, ബി കെയർഫുൾ, കാരണം ഇതെല്ലാം ഹോട്ട് എലമെൻറ്റ്സ് ആയി, ഇതിൻ്റെ നോസിൽ പിന്നെ ഈ ബെഡെല്ലാം. അപ്പം മേക്ക് ഷുവർ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ടച്ച് ഓൾ ദ ഹോട്ട് എലമെൻറ്റ്സ്. ഓക്കെ. സോ ഇതൊരു മാഗ്നറ്റിക് പ്ലേറ്റാണ്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ഹോട്ട്, ഇറ്റ്സ് എ ബിറ്റ് ഹോട്ട്. ഇതിങ്ങനെ ഫ്ലെക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രിൻ്റ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ഇതേ റിലീസായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ സ്ലോട്ട് അനുസരിച്ച് നമുക്ക് തിരിച്ചിത് വെക്കാം. ഇവിടെ കുറച്ച് ലൈക്ക് അത് ടെസ്റ്റ് പ്രിൻ്റ് ചെയ്തതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ട് ബെഡിൽ. സോ എവറി ടൈം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ബെഡ് ക്ലീൻ ചെയ്യണം, ലെവലാണോ എന്ന് നോക്കണം, പ്രോപ്പർലി സെറ്റാണോ നോക്കണം. അപ്പോൾ ദേ ഗൈസ്, ഇതാണ് നമ്മുടെ 3D ബെഞ്ച്. ഫോക്കസ് ആവുന്നുണ്ടോ? യെസ്. ഫസ്റ്റ് പ്രിൻ്റ് റിയലി ക്യൂട്ട്. പെർഫെക്റ്റ് ഒന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് കുറച്ച് സ്ട്രിങ്ങിങ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ക്യാമറ ബ്ലാക്ക് ആയതുകൊണ്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് സ്ട്രിങ്ങിങ് ഒക്കെ ഉണ്ട്. ബട്ട് ഓവറോൾ ഗൈസ്, ദിസ് ക്വാളിറ്റി ഓഫ് ദി പ്രിൻ്റ് ഈസ് റിയലി ഗുഡ്. നമ്മുടെ RC ആവശ്യത്തിനൊക്കെ ദിസ് ഈസ് മോർ ദാൻ എനഫ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ സാൻഡ് ദിസ് ഡൗൺ, പെയിൻറ്റ് ഇറ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ദിസ് ഈസ് ഗ്രേറ്റ്. ലൈക്ക് ഫോർ 16,000 rupees we can create something on our own. We can build custom parts, so it's really worth it, I think. So that's it for now. നമ്മുടെ ബാംബു ലാബ്സ് A1 മിനിയുടെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ. ലൈക്ക് ആൻഡ് ഫോളോ. നമ്മളിതുപോലെ കൂടുതൽ കുറേ ടൈപ്പ് ഓഫ് ആക്സസറീസ്, RC കാർസ് അതെല്ലാം പ്രിൻ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും, RC പ്ലെയിൻസ് ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഔട്ട് ചെയ്തിട്ടുണ്ട് ലേറ്റർ ഓൺ. അതിനാണ് ഈ പ്രിൻ്റർ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ടേക്ക് കെയർ. ബൈ.